മുഖമായാലും കഴുത്തായാലും കണ്ണായാലും പൊന്നിട്ട് മൂടിയാൽ പോലും ഇത്തരം പ്രത്യേകതകളുള്ള പെണ്ണുങ്ങളെ കെട്ടാൻ പാടില്ല. വിവാഹം കഴിക്കാൻ പോകുന്ന സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും അവർക്ക് സ്വന്തം ജീവിതത്തിലേക്ക് വരുന്ന ആളെ കുറിച്ചിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാവും. എന്ന് വെച്ചാല് ജീവിതത്തിലേക്ക് വരുന്നയാള് ഭാഗ്യവാന്മാരാണോ അതോ ഭാഗ്യവതികളാണോ, ജീവിതത്തിൽ ഇവര് എത്രത്തോളം വിജയിക്കും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രധാനമായിട്ട് കണക്കാക്കുന്നവർ നിരവധിയാണ്. എന്നാൽ ശാരീരിക പ്രത്യേകതകളും സ്വഭാവവും അതേപോലെ തന്നെ ഭാഗ്യവും എല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് സാമൂദ്രിക ശാസ്ത്രം എന്ന ഒരു ശാസ്ത്രം വെളിപ്പെടുത്തുന്നത്. ഇതിൽ തന്നെ ചില ശാരീരിക സവിശേഷതകൾ ഭാഗ്യത്തെ സൂചിപ്പിക്കുമ്പോൾ ചിലത് നിർഭാഗ്യത്തെ സൂചിപ്പിക്കുന്നു എന്നുള്ളതാണ്. അത് ആണായാലും പെണ്ണായാലും എല്ലാം ഇത്തരത്തിൽ പ്രത്യേകതകൾ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ തന്നെ അഭിവൃദ്ധിയോട് കൂടിയിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത്. എന്നാൽ അതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ചില ശാരീരിക പ്രത്യേകതകളുണ്ട്. അവ എന്തൊക്കെയെന്നും അതേപോലെ തന്നെ എന്താണ് ഭാഗ്യം കൊണ്ട് വരുന്നതെന്നും നമുക്ക് നോക്കാമെന്നുള്ളതാണ്. അങ്ങനെ പറയുമ്പോൾ ആദ്യം തന്നെ ഒരു വ്യക്തിയുടെ കൈകളുടെ ആകൃതി അല്ലെങ്കിൽ കൈപ്പത്തിയിലെ വരകൾ പോലെയുള്ള പ്രത്യേക സ്വഭാവ സവിശേഷതകൾ ആണ് പലരും കണക്കാക്കുന്നത്. ഇതിൽ തന്നെ സ്ത്രീകളാണെങ്കിൽ ഇത്തരം ചില മാറ്റങ്ങൾ അവരുടെ സമ്പത്തിനുള്ള സാധ്യത സൂചിപ്പിക്കുന്നതായിട്ടും ഒക്കെയാണ് പൊതുവായിട്ടുള്ള ഒരു വിശ്വാസം തന്നെ. കൂടാതെ തടിയില്ലാത്ത വളരെയധികം മെലിഞ്ഞ കൈകളും കുറുകിയ വിരലുകളും ഒക്കെയുള്ള സ്ത്രീകൾ വിവാഹ ജീവിതത്തിൽ വളരെയധികം ദുഃഖിക്കേണ്ടി വരും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ കൈകൾ മാത്രമല്ല, ഒരാളുടെ ചെവിയുടെ വലിപ്പവും ആകൃതിയും സമ്പത്ത് സമ്പാദിക്കുന്നതിലെ ഭാഗ്യ അടയാളമായിട്ട് കണക്കാക്കപ്പെടുന്നു. പലപ്പോഴും പെണ്ണിനും ആണിനും ചെറിയ ചെവിയാണ് ഉള്ളതെങ്കിൽ അത് സൂചിപ്പിക്കുന്നത് നിർഭാഗ്യത്തെയാണ് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ വലിയ ചെവികൾ ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ സ്ത്രീ ആയാലും പുരുഷനായാലും അവരെ വലിയ ഭാഗ്യത്തിന്റെ അടയാളമായിട്ടാണ് കണക്കാക്കുന്നത്. എപ്പോഴും മുഖത്ത് നോക്കിയിട്ട് ഒറ്റ നോട്ടത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ പറയുന്നവർ ധാരാളം പേര് നമുക്ക് ചുറ്റുമുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ വിശാലമായിട്ടുള്ള ഒരു നെറ്റിയും നന്നായി തുടുത്തു കവിളുത്ത കവിൾത്തടങ്ങളും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവർ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയും തരണം ചെയ്ത് മുന്നോട്ട് പോകുമെന്നും അതുപോലെ തന്നെ അതിലെല്ലാം തന്നെ വിജയിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത്. കൂടാതെ ചില ആകൃതികളും നിറങ്ങളും മറ്റുള്ളവയേക്കാൾ ശുഭകരമാണെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാം. പ്രത്യേകിച്ചിട്ട് കണ്ണുകളുടെ കാര്യത്തിൽ ഇതിൽ തന്നെ കലങ്ങിയ കണ്ണും എന്ന് വെച്ചാൽ ചുവന്ന കണ്ണുള്ള സ്ത്രീകൾക്ക് ദാരിദ്ര്യ ദുഃഖത്തിനുള്ള സാധ്യതയുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അത് മാത്രമല്ല, വിടർന്ന കണ്ണും ഉള്ള ആളുകൾ സർവ്വ സൗഭാഗ്യത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുമെന്നും വിശ്വാസങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ കാലുകളുടെ ഒരു സവിശേഷണം അതും നിസ്സാരമല്ല എന്നുള്ളതാണ്. കാരണം ഭാഗ്യവുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ കാലുകൾ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ശരീരത്തിലെ ഒരു അവയവമാണെന്ന് തന്നെയാണ് പറയേണ്ടത്. പല ഘട്ടങ്ങളിലും കാലുകളുടെ ആകൃതിയും കാലിലെ മറുകും എല്ലാം തന്നെ ഭാഗ്യത്തെ കണക്കാക്കുന്നു എന്നാണ്. കാലില് മറുകുള്ള ആളുകൾ യാത്രയിലും സാഹസികതയിലും മുന്നേറാൻ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. പല സംസ്കാരങ്ങളിൽ ഇത് ഭാഗ്യത്തിന്റെ പര്യായമായിട്ടാണ് കണക്കാക്കുന്നത്. സ്ത്രീകൾ ആണെങ്കിൽ ഇവർ ലക്ഷ്മി ദേവിയുടെ പര്യായമായിട്ടാണ് കാണുന്നത്. കഥ എന്തു തന്നെയായാലും ഇത്തരം കാര്യങ്ങളെ ഒരു വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടോടെ മാത്രം സമീപിക്കേണ്ടത് പ്രധാനമായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും സമൂഹത്തിൽ പലപ്പോഴും അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടെങ്കിലും ഇതിന്റെ ശാസ്ത്രീയ അടിത്തറ പലപ്പോഴും കുറവാണ് എന്നുള്ളതാണ്. ഭാഗ്യത്തിന്റെയോ അല്ലെങ്കിൽ വിധിയുടെയോ കാര്യത്തിൽ അനുഭവം മാത്രമാണ് വിശ്വാസയോഗ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ഗൗരവമായിട്ട് എടുക്കേണ്ടതുമില്ല. കാരണം ശരീര സവിശേഷതകളും ഭാഗ്യവും തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അത് വളരെയധികം കൗതുകകരമായിട്ടുള്ള ഊഹാപോഹങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്.